എന്താ പ്രശ്നം ഇവിടെ? എന്താണെന്നറിയില്ല. എല്ലാവരും വളരെ തിരക്കിലാണ്. എല്ലാവരുടെ മുഖത്തും ചെറുതായി സങ്കടവും കാണാനുണ്ട്. കോർഡിനേറ്ററായ ആൾക്കും ചെറിയ വിഷമമുണ്ടല്ലോ. എങ്ങനെ വിഷമില്ലാണ്ടിരിക്കുക? ബസ് കുറച്ച് ലേറ്റായി, അതിന്റെ സങ്കടത്തിലാണ് എല്ലാവരും. കുറെ നേരമായി വെയിറ്റ് ചെയ്യണു. അപ്പതേ ഓരോരുത്തരായി ബസ്സിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ കുറച്ച് മാന്യതയോട് കൂടിയിട്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യാറ് കേട്ടോ. ഇതിൽ നിങ്ങൾ എന്നിൽ നിന്ന് അത് തീരെ പ്രതീക്ഷിക്കരുത്. സാധിക്കാത്തത് കൊണ്ടാണ്. ഇവരെ കണ്ടു കഴിഞ്ഞാലേ ഞാൻ അങ്ങനെ ലോക്കലായി പോവും. എന്താണെന്നറിയില്ല. നമ്മുടെ കോർഡിനേറ്ററെ 7 മാസം പ്രഗ്നന്റ് ആട്ടാ. പോരാത്തന്നെ 2 ഉണ്ണികൾ വേറെയുണ്ട്. ആ പാവത്തിനെ ബുദ്ധിമുട്ടിപ്പിക്കാണ്ട് നിനക്ക് അങ്ങോട്ട് ചെയ്തോളടി കൂറേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഇല്ലല്ലോ, ജോലി റിസൈൻ ചെയ്തില്ലേ, അപ്പോൾ ആളെന്നെ ചെയ്യണം എല്ലാ കാര്യം. ബസ് നേരം വയ്ക്കപ്പോൾ ഞങ്ങൾക്ക് വിഷമമായത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവല്ലോ. ഇതന്നെ കാര്യം. ഞങ്ങൾക്കാണെങ്കിൽ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് മുട്ടിയിട്ട് അങ്ങനെ നിൽക്കായിരുന്നു. അപ്പോൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ ആർക്കെല്ലാം വിഷമം ഉണ്ടാവില്ലേ. അങ്ങനെ ഞങ്ങൾ വളരെ ദൂരെയുള്ളൊരു റിസോർട്ടിലേക്കല്ല പോകുന്നത്. തൃശ്ശൂർ തന്നെ തിരുവല്ലാമലയിൽ ആനമല എന്ന് പറയുന്ന ഒരു റിസോർട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യാത്രയിലുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ടൂറ്. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ സ്ത്രീകൾ മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. 2 വയസ്സ് തൊട്ട് 60 വയസ്സിന് മേലെയുള്ളവർ വരെ ഞങ്ങളിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ആർമാദിച്ചു എന്ന് തന്നെ പറയണം. ഞങ്ങളുടെ ഈ യാത്ര 2ാമത്തെ പ്രാവശ്യമാണ്. അങ്ങനെ കാത്തിരുന്ന സ്ഥലത്ത് എത്തിപ്പോയി. അതെ, എല്ലാവരും ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ എംബ്ലൊക്കെ നന്നായിട്ടുണ്ട്. നിങ്ങൾ വന്ന പാടെ പുളി ചാടിയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ല, ഞങ്ങൾ വന്ന് ബാഗൊക്കെ വെച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അങ്ങനെ ചാടി. കുറേ നാളായിട്ടൊക്കെ ഉണ്ട് വെള്ളത്തിലൊക്കെ എല്ലാവരും ഇറങ്ങിയിട്ട്. ഞങ്ങളിലൊരു 4-5 പേർക്കൊക്കെ നീന്തൽ അറിയാം, എല്ലാവർക്കും ഒന്നും അറിയില്ല. അപ്പം എല്ലാവരും നീന്തൽ അറിയാത്തവർ നടക്കുകയും നീന്തൽ അറിയുന്നവർ നീന്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പ്രായം കഴിയുമ്പോൾ ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീ തന്നെയാണ് കൂട്ടം തന്നെ എനിക്ക് തോന്നുന്നത് കേട്ടോ. ഈ യാത്രയിൽ എനിക്ക് അങ്ങനെ ഒന്ന് ഫീൽ ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്നത് സ്ത്രീകൾക്ക് തന്നെയായിരിക്കും. വേണ്ട സീരിയസ് ആവണ്ടല്ലോ, നമ്മൾ പിക്നിക്കിന് വന്നേക്കല്ലേ, അപ്പം നമ്മൾ ആ ലെവലിൽ പിടിച്ചാൽ മതി. ഓക്കെ, രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എൻജോയ്മെൻറ്റ്, കുഞ്ഞാവര വക ഡാൻസൊക്കെ ഉണ്ട്. അങ്ങനെ മോർണിംഗ് വൈബിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു ഗൈസ്. അതെ, രാവിലെ കണ്ണ് തുറന്നപ്പോഴാണ് ചുറ്റും ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് കേട്ടോ. രാത്രി ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും നൈസായിട്ട് ഉറങ്ങി എണീറ്റ ആ ഒരു അവസ്ഥയിൽ തന്നെ കറങ്ങാനിറങ്ങി. അപ്പോൾ നമ്മളെ കോർഡിനേറ്റർ രാവിലെ വന്ന് ഊഞ്ഞാലും ഇരുന്ന് ആടനുണ്ട്. എല്ലാവരും വിളിക്കുന്നുണ്ട്, വായോ ഇരിക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനിരുന്ന ഊഞ്ഞാൽ ഒടിഞ്ഞു വീഴുമെന്ന് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ പോയിരുന്നു. ഇന്നത്തെ അക്രമവാസനകൾ എന്ത് ചെയ്യുന്നുള്ള ചർച്ചയിലാണ് എല്ലാവരും കേട്ടോ. രാത്രിയിൽ തങ്കംവട്ടമൊക്കെ കഴിഞ്ഞുല്ലോ. അപ്പോൾ ശരി, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്നുള്ള രീതിയിലേക്ക് എല്ലാവരും പോവാണ്. അമ്പലത്തിൽ പോയിട്ട് വന്നു പറയാൻ വേണ്ടിട്ടാ. പറയണോ? പറഞ്ഞോ. പൂരിയുണ്ട്, അപ്പമുണ്ട്, പിന്നെ നോൺ വെജുകാർക്ക് മുട്ടക്കറി ഉണ്ട്, മസാലക്കറി ഉണ്ട്, പുള്ളിയുണ്ട്, പുള്ളിക്ക് ചമ്മന്തി ഉണ്ട്. ചേച്ചി നോൺ വെജ് ആണോ? അല്ല, വെജാണ്. പിന്നെ പ്രത്യേകിച്ച് നന്ദി പറയേണ്ട എന്താ വെച്ചാൽ ഞങ്ങളുടെ കൂടെ വന്ന യുവതലമുറക്കാരെ വളരെ ആക്റ്റീവായിരുന്നു. പക്ഷെ അവരൊക്കെ നിലംപരിശാക്കിക്കൊണ്ട് ഞങ്ങൾ കയറി ഗോളടിച്ചു. നല്ല അഹങ്കാരമുണ്ട്. ഇന്നലെ രാത്രി അക്ഷരശ്ലോകത്തിൽ ഞങ്ങളൊന്ന് തോൽപ്പിച്ച എൻ്റെ സ്റ്റൈലാപ്പി കാണിച്ച്. എന്താ ചെയ്യുക, എല്ലാ പാട്ടും പഠിച്ചിട്ട് വന്നേക്കുക, ഇപ്പോഴത്തെയും മുന്നത്തെയും ഒക്കെ. പിന്നെ ഞങ്ങളെങ്ങനെ തോൽക്കണ്ടിരിക്കുക? ഒന്നിട്ട് നോക്കിയേ, ഏതമ്പലത്തിലാ പോയേ? അതെ. അപ്പൊ രാവിലെ എത്ര മണിക്ക് എണീറ്റ് പോയി? രാവിലെ 5 മണിക്ക് എണീറ്റിട്ട് 6:30 ടൂറ് വന്നിട്ടും നേരത്തോടെ എനിക്ക് അമ്പലത്തിൽ പോയേക്കുക. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ മനുഷ്യന്മാരെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല. അപ്പം എല്ലാവരും ഭക്ഷണം കഴിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് കേട്ടോ. അവരെ ക്യൂവിൻ്റെ മുന്നിലാണ് ഞാൻ കയറി നിൽക്കുന്നത്. ഭക്ഷണം കഴിക്കുന്ന റൂമൊക്കെ കണ്ടില്ലേ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. ചായ വേണ്ടല്ലേ ഇവൾക്ക്? എന്നെ തൊട്ട് നന്നായത് ചായ കുടിക്കാൻ നിങ്ങൾ കണ്ടിട്ടില്ലേ? കുറെ കാലങ്ങൾക്ക് ശേഷം ഹോസ്റ്റലിലൊക്കെ നിന്ന പോലത്തെ ഒരു പ്രതീതിയായിരുന്നു തോന്നുന്നുണ്ട് എല്ലാവർക്കും. ഡ്യൂട്ടി സ്ഥലത്തുള്ള പോലെയല്ല, എല്ലാവരും തമ്മിലൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ, എല്ലാവരും എല്ലാവരുടെയും ഫ്രണ്ടായിരുന്നു. അങ്ങനെ വളരെ മനോഹരമായ ഒരു സാഹചര്യമായിരുന്നു. ആരും വിഷമങ്ങളെക്കുറിച്ചൊന്നും അങ്ങനെ ആലോചിച്ച് വറീഡാവണ പോലെ തോന്നിയില്ല, 1-2 പേര് ഒഴികെ. സ്ത്രീകളുടെ മാത്രം യാത്ര എന്ന് പറയുമ്പോഴേ
അത്യാവശ്യം പ്രായമായതിന് ശേഷം മാത്രം നമുക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ അതുവരെ നമ്മൾ ഉണ്ടായിരുന്നൊന്നും വരില്ലല്ലോ. അപ്പോൾ ഈ ഉണ്ണികളെ കൂടെ കൈ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മമാർക്കൊന്നും ഒരു ടെൻഷനും ഇല്ല. അപ്പോൾ എല്ലാവരും ചോദിക്കും നിൻ്റെ ഉണ്ണികൾ എന്ത് ചെയ്യുന്നു. ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ വരുന്നുണ്ടോയെന്ന്. അപ്പോൾ അവർ പറഞ്ഞു അമ്മ പോയിട്ട് എൻജോയ് ചെയ്തിട്ട് വാ, ഞങ്ങളൊന്നും വരുന്നില്ല, നിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ നീ എൻജോയ് ചെയ്തിട്ട് വരൂ എന്നെൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനൊരു പ്രാവശ്യം ചോദിച്ചുള്ള പിന്നെ ഞാൻ ശല്യം ചെയ്യാതെന്നില്ല, നമ്മൾ വെറുതെ എന്തിനാണ് റിസ്ക് എടുക്കുന്നത്. നമ്മളില്ലെങ്കിലും അവർക്ക് വലിയ വിഷയമൊന്നും ഉണ്ടാവില്ല എന്നേ. ഞാൻ കുഞ്ഞു മക്കളെ കാര്യമല്ല കേട്ടോ പറഞ്ഞത്, കുറച്ച് വലുതായിട്ടുള്ള ടീംസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അമ്മമാരെ കൂടെ എൻജോയ് ചെയ്യാൻ വരുന്നവർ വരട്ടെ, ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല, അതൊക്കെ അവരുടെ വ്യക്തിപരമായ ഇഷ്ടമല്ലേ അല്ലേ. അമ്മ അടിച്ചു പൊളിച്ചൊന്നും വിചാരിക്കട്ടെ മക്കൾ. ഫുഡ് കിട്ടാനായിട്ടേ കുറച്ച് ലേറ്റായി. അപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി വന്നിരിക്കുന്നതാട്ടോ എന്നെ ചൊറിയാനായിട്ട്. ഞങ്ങളെല്ലാവരും എങ്ങനെയാ, എവിടെയെങ്കിലും ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കുന്നു വാങ്ങുന്നു, കൊടുക്കുന്നു വാങ്ങുന്നു. അവിടെ ഞാൻ തന്നെ നിൽക്കണം, ഞാൻ ഇവിടെ ഇരിക്കുകയാണല്ലോ എന്ന് പിന്നെ എനിക്ക് മനസ്സിലായ സിംഗ് ചേച്ചിയാണ്. ദൈവമേ ഈ ചിരി ഉറങ്ങണ വരെ കേട്ട് ഞാൻ എനിക്ക് ഉറക്കം ഞാൻ വരില്ല. അപ്പൊ ഡ്രസ് മാറണ്ടേടി. നമ്മുടെ ടൂറിന്റെ എനർജി പാക്കേജുകളാണ് ഈ വരുന്നത് കേട്ടാ. ഇവരില്ലെങ്കിൽ ഒരു എനർജി ഇല്ല. ഇനി ഒരെണ്ണത്തിന് കൂടി കാണും, എവിടെ പോയോ എന്തോ. രാത്രി പൂളിൽ ഇറങ്ങിയതിന് ശേഷം പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് പിന്നെ പൂളിൽ ഇറങ്ങിയത് കേട്ടാ. അപ്പൊ പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നില്ല, ഓരോരുത്തർ ഓരോ അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഓരോ സ്ഥലത്തായിരുന്നു. പിന്നെ എല്ലാവർക്കും നീന്താനും അറിയില്ല. അപ്പോൾ അതിൻ്റെതായ കുറേ മണ്ടത്തരങ്ങളൊക്കെ അവിടെ നടക്കും. പിന്നെ രാത്രി പോലെയല്ലോ, പകലെല്ലാവർക്കും നന്നായിട്ട് കാണാമല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ പൂളിൽ നിന്ന് വേഗം കയറിയിട്ട് വേണം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം നനഞ്ഞ് ചീഞ്ഞ് ഇതായിട്ട് കയറി കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ മാറി സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആദ്യം തന്നെ പൂളിലിറങ്ങി. ബീറും കുപ്പികളൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ചുറ്റും ഇങ്ങനെ മാല ബൾബ് പോലെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് രാത്രി നല്ല ഭംഗിയുണ്ടായിരുന്നു, പകൽ അവർ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാവും. പിന്നെ നല്ല നാച്ചുറലായിട്ട് അത് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു വില്ലയായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഞങ്ങൾ പൂളിൽ കുറച്ച് നേരം മുങ്ങിക്കിടുന്ന കാരണം എന്താ, ഒരാൾ ഞങ്ങളെ കണ്ടപ്പോഴേക്ക് ഓടി വന്നേക്കട്ടാ വീട്ടിൽ കയറരുതെന്ന് പറയാനായിട്ട്. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾ ടെൻറ്റിലായിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ അറിയുള്ളൂ. അപ്പോൾ ഇത് കയറേണ്ട ഓണറോട് ചോദിക്കണം അത്ര. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവളാണ് അത്ര അതിൻ്റെ ഓണർ. ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ആള് നമ്മുടെ യൂട്യൂബിന് വേണ്ടിയിട്ട് റൂമിനെ വിശദീകരിച്ച് തന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവരെ കയറിയിട്ട് വൃത്തികേടാക്കിയതല്ലാതെ ആ റൂമിന് വേറെ കുഴപ്പമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. റൂമുകളൊക്കെ നല്ല സൗകര്യമുള്ളതായിരുന്നു. ഒരു റൂമിൻ്റെ ഉള്ളിൽ തന്നെ വേറെ റൂമും കൂടി ഉണ്ടായിരുന്നു. അവിടെയും ഇതുപോലെ തന്നെ 4 ബെഡ് ഒക്കെ ഇടാനുള്ള നല്ല സൗകര്യമുണ്ട്. അപ്പോൾ ഇവരെ കംഫർട്ടിനനുസരിച്ച് ബെഡൊക്കെ താഴെയൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ കിടന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇവർ റൂം വൃത്തികേടാക്കി എന്നല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും റൂമിനുണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ അവരുടെ റൂമൊക്കെ കണ്ടു, നല്ല ഹാപ്പിയായി. അങ്ങനെ ഞങ്ങൾ നൈസായിട്ട് പതുക്കെ റൂമിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഫോട്ടോ സെക്ഷൻ അങ്ങോട്ട് ആരംഭിച്ചു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കുന്നു, ഫോട്ടോസ് എടുക്കുന്നു. എത്ര നല്ലൊരു സ്ഥലത്ത് വന്നിട്ട് ഫോട്ടോ എടുത്തില്ലെങ്കിൽ കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു ടീം ഇരിക്കും, അപ്പോൾ മറ്റൊരു എടുക്കും, മറ്റൊരു ടീം ഇരിക്കും, അങ്ങനെയൊക്കെ. അങ്ങനെ ഫോട്ടോ സെഷൻ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിള്ളേരെ ലവ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ കൂടി വന്നു. അപ്പോൾ എല്ലാവരും പിടിച്ചിരുത്തി മടിയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഫോട്ടോസ് എടുത്തു. അത് നല്ല ഉഷാറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ശൈലമുത്തിൻ്റെ ഫോട്ടോ എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും പുറത്തേക്ക് വിടാം. ഇനി എവിടെ, അടുത്തത് എവിടെ എന്നുള്ള ചോദ്യത്തിലാണ് ഈ ഓട്ടട്ടാ. അപ്പോൾ ഒരു നോക്കിയിരിക്കുന്ന ആൾക്കാരൊക്കെ ഇത് മറ്റൊരു വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോഴേക്കും പോണ വഴിയിൽ ഒരു ഊഞ്ഞാൽ കണ്ടു. അപ്പോൾ ചാടി കയറി അതിലിരുന്നു. പിന്നെ നമ്മുടെ വണ്ടി വന്നുട്ടാ. ഈ വണ്ടിയിൽ കയറിയിട്ട് ഒരു രസമായിരുന്നു. ഈ വണ്ടി ഇലക്ട്രിക്കിൻ്റെ ആയിരുന്നു. അപ്പോൾ അതിലൊരു പാട്ടും ഉണ്ടായിരുന്നു. ആ പാട്ടിൻ്റെ ചാർജ് തീർന്നിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഞങ്ങൾ വിട്ടുകൊടുക്കുമോ, ഞങ്ങൾ സ്വന്തമായിട്ട് പാട്ട് പാടാൻ തുടങ്ങിയില്ലേ. അവിടെ ഞങ്ങളുടെ ചേച്ചിമാരിയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ മുന്നിലെത്തുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടി ശബ്ദവും ഞങ്ങളുടെ ഷോവർക്കൊക്കെ അങ്ങോട്ട് കയറും. അങ്ങനെ ഞങ്ങൾ വണ്ടി, ഇതാണ് ഈ വണ്ടി കേട്ടോ. ഈ ഇലക്ട്രിക്കൽ വണ്ടീൻ്റെ ഒരു നീളമൊക്കെ കണ്ടില്ലേ. അപ്പോൾ എല്ലാവരും കയറി കൂടിയിട്ടുണ്ട്. നമ്മുടെ നിമ്മേച്ചിയുടെ ഉണ്ണികളാണ് കേട്ടോ 2 പേര്. പിന്നെ ഒരാൾ വയറിൻ്റെ ഉള്ളിൽ റെസ്റ്റിലാണ്. കുറച്ച് കഴിഞ്ഞ് ആൾ പുറത്തേക്ക് വരും. അടുത്ത അമ്മ, ഈ മമ്മി ഉണ്ണീനെ കൊണ്ട് വന്നേക്കാണ്. അതുകൊണ്ട് അമ്മ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും മാനസികമായിട്ടൊരു സമാധാനത്തിലാണ്, കൂടി ഉണ്ടല്ലോ. അടുത്ത അമ്മ അതേ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ എല്ലാ കുട്ടികളും ഒരുപോലെയും ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ എല്ലാ അമ്മമാരും ഒരുപോലെയാണെന്ന് ഇങ്ങനെ 1-2 അമ്മമാരെ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായതാ. ദേ അടുത്ത അമ്മ ഉണ്ണിക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.
നിർബന്ധിക്കുന്നു. അവൻ വേറെ കഥയൊക്കെ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരെണ്ണം കൂടി കൊടുക്കും. വേണ്ടടി അമ്മേന്ന്. ആര് കേൾക്കണു? ഞങ്ങൾ ഈ സമയത്ത് എൻജോയ് ചെയ്യുമ്പോൾ വേറെ ആൾക്കാർ വേറെ സ്ഥലത്ത് വേറെ രീതിയിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാ ഗൂഢാലോചന നടക്കണുണ്ട. അടുത്ത് എന്ത് ചെയ്യുന്നു? ചേച്ചി ഉണ്ണീനെ എടുത്ത കാരണം അത് വാശി പിടിക്കട്ടോ, എനിക്ക് നിലത്തിറങ്ങണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിനെ ഇറക്കി വിട്ടു. അപ്പോഴേക്കാണ് ഇലക്ട്രിക് സൈക്കിൾ വന്നത്. അപ്പോൾ അതാ ഇലക്ട്രിക് സൈക്കിളുമ്പോൾ യാത്ര. പിന്നെ ആ സൈക്കിളിന് റെസ്റ്റ് എടുക്കേണ്ടി വന്നിട്ടില്ല. ഓരോരുത്തർ കഴിയുമ്പോൾ ഓരോരുത്തരായിട്ട് നല്ല അടിപൊളി യാത്രയിലായിരുന്നു. ഇതേ സമയം വേറെ സ്ഥലത്ത് റാമ്പ് പാക്കിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങിലാണ് കേട്ടോ. അപ്പോൾ അതേ ഒരാൾ റാമ്പ് വാക്ക് നടന്ന് കാണിച്ചു തരാണ്. 7 മാസം പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ചെറിയ സാധാരണ ഒരു സ്ത്രീയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണേ. ഇതാ ആളുടെ സെക്ഷൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ ആൾ വേറെ സാധനം കാണിച്ചു തരാമെന്ന് പറയണം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞേ നോർമലായിട്ടുള്ള എന്തെങ്കിലും റാമ്പ് വാക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചു തന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ ആളുടെ റാമ്പ് വാക്കോട് കൂടിയിട്ട് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയി. പിന്നെ എല്ലാവരും പറഞ്ഞു ചേച്ചി എനിക്ക് കാണിച്ചായോ, ഞാനും ചെയ്യട്ടെ അങ്ങനെ. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കും അയാളെന്താന്ന്. പക്ഷെ ചെന്ന് നിന്നപ്പോൾ എനിക്ക് ചമ്മലായിട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ചേച്ചിമാരൊക്കെ വഴി നിന്നിട്ട് എന്നെ നല്ല കളിയാക്കല്. അപ്പം പിന്നെ എനിക്ക് നാണക്കേടായിട്ട് പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചു. പിന്നെ എനിക്ക് വേണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ അവിടെ നിന്നിട്ട് ആകെ കൺഫ്യൂഷനായി പോയി. എനിക്ക് കൺഫ്യൂഷനായാലും എന്താ കുഴപ്പം? അതൊക്കെ ചെയ്യാനറിയുന്ന നല്ല അടിപൊളി ടീം ഞങ്ങളൊപ്പം ഉണ്ട്. ഇതാ പിടിച്ചോ അടുത്തേനെ കണ്ട ചിത്രശലഭം പറന്ന് വന്ന പോലെ നിന്നിട്ട് വരുന്നൊരു വരവ് കണ്ട. അല്ല, ഇതിനപ്പുറം ചാടിക്കിടന്നവനാണ് ഈ KK ജോസഫ്. ദേ വരുന്ന അടുത്ത ആള്. അയ്യോ, ആ വരവൊന്ന് കണ്ടു നോക്ക്, സൂപ്പറായിട്ടില്ലേ? ഞങ്ങളെങ്ങനെ തലതെറിച്ച് പോകാണ്ടിരിക്കുക? ഞങ്ങളെ തലതൊട്ടപ്പന്മാർ കാണിക്കുന്ന അംഗം വെട്ട് കണ്ട. ദേ ഞങ്ങളുടെ ചേച്ചിയാണ് ഈ വരുന്നത് കേട്ടോ. റിട്ടയർമെൻറ്റ് കഴിഞ്ഞ ആളാണ് ഈ വരുന്നത്. ആളുടെ റാമ്പ് വാക്ക് എങ്ങനെയുണ്ട്? ഞാൻ വീഡിയോ എടുക്കാൻ തെറ്റിച്ചതിനാണ് എന്നെ ഭീഷണിപ്പെടുത്തിയത്. ഇപ്പോൾ ഞാൻ ഒന്നുകൂടി വരും, ശരിക്കും എടുത്തിട്ടില്ലെങ്കിൽ അപ്പം അറിയാമെന്ന് പറഞ്ഞിട്ടാണ് പോണേ ആൾ കേട്ടാ. ചേച്ചി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റാമ്പ് വാക്കിന് പറ്റിയ ഒരാളാണ്. ഹൈറ്റ് കൊണ്ടാണെങ്കിലും ആളുടെ ഒരു സ്റ്റൈല് കൊണ്ടാണെങ്കിലും ഒക്കെ ചേച്ചി ശരിക്കും സൂപ്പറാട്ടാ. ഒരു ചേച്ചിക്ക് റാമ്പ് വാക്കാണെങ്കിൽ അടുത്ത ചേച്ചി കണ്ട നീന്തി വന്നുകൊണ്ടിരിക്കുന്നത് നല്ല ഉഷാറായിട്ട്. അടുത്ത മാസം റിട്ടയർമെൻറ്റ് വാങ്ങാൻ പോണ ആളാണ്. ദേ അടുത്ത റിട്ടയർമെൻറ്റ് വാങ്ങിച്ച ഒരാളാണ് നിമിഷയുടെ ബാക്കിലിരുന്നിട്ട് വണ്ടി വിട്ടോടി എന്ന് പറയണത്. ആൾക്ക് വണ്ടി ഓടിക്കാൻ ധൈര്യം ഇല്ലാത്തത് കൊണ്ട് ആൾ നിമിഷയുടെ ബാക്കിലിരുന്നിട്ട് ചവിട്ടിക്കോ മോളേന്ന് പറഞ്ഞു. ചവിട്ടേണ്ട ആവശ്യമില്ല, ഓടിച്ചാൽ മതിയെ. ആളെ മൊത്തൊരു സന്തോഷം നോക്കൂ കണ്ട. ഞങ്ങളുടെ ചേച്ചിമാരൊക്കെ ഇങ്ങനെയാ. ദേ അടുത്ത ചേച്ചിമാർ ഇതേ സമയം വേറെ സ്ഥലത്ത് തിരുവാതിരക്കളി സ്വന്തമായിട്ട് പാടിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതേ നമ്മുടെ ഓഷ്യൻ ഉണ്ണീനെ എടുത്തിട്ട് ഇടയിൽ പോയി നിന്നിട്ട് തിരുവാതിരക്കളി കളിക്കുന്നത്. ഇവർ രണ്ടുപേരും റിട്ടയർമെൻറ്റ് കഴിഞ്ഞ ആൾക്കാരാട്ടാ. ഇതിൽ 1-2 പേരെ റിട്ടയർമെൻറ്റ് ആവാത്തതുള്ളൂ. പിന്നെ ദേ വേറെ ആൾ അതേ സമയം ഊഞ്ഞാലാടി വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആളുടേതായ വേറൊരു ലോകത്താണ്. അപ്പോഴത്തേക്കൊക്കെ ഞങ്ങൾക്ക് പോകേണ്ട സമയമായി. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് കോംപ്ലിമെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. സ്ഥലം വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞങ്ങൾ ഒരുപാട് റിസോർട്ടുകളിലൊന്നും പോയിട്ടുള്ള ആൾക്കാരല്ലെങ്കിലും ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വരണേ ഒരു ക്ലിനിക്കിലെ സ്റ്റാഫുകളാണ് എല്ലാവരും കൂടി ഒരു 1 ഡേ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ഓൾമോസ്റ്റ് ഒരു 1 month ആയിട്ട് പ്ലാൻ ചെയ്തതാണ്. അങ്ങനെ ലാസ്റ്റ് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആളാണ്. ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ഫോൺ ചെയ്തിട്ടാണെങ്കിലും ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടാണെങ്കിലും എല്ലാ കാര്യങ്ങളും കോണ്ടാക്ട് ചെയ്തു. വണ്ടി എല്ലാം ഞങ്ങൾക്ക് വേണ്ടി വന്ന ഒരാളാണ്. അപ്പം നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ, റിലേറ്റീവ്സിൻ്റെ കൂടെ, ഫാമിലിയുടെ കൂടെയൊക്കെ ഇങ്ങോട്ടേക്ക് വരിക. നല്ല സ്ഥലമാണ്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ജസ്റ്റ് ആ ബട്ടണിലൊന്ന് ടച്ച് ചെയ്താൽ പോരെ, എനിക്ക് അതൊരു ഉപകാരമാവുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. റിസോർട്ടിൻ്റെ കുറച്ചും കൂടി ഭംഗിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഞാൻ ഇനിയൊരു വീഡിയോയും കൂടെ ചെയ്യാം കേട്ടോ. അതിൽ ഫോൺ നമ്പറൊക്കെ ആഡ് ചെയ്യാം. അപ്പം ശരി, ടാറ്റ ബൈ ബൈ.